നിങ്ങൾ എന്താ ഈ കൂട്ടിലിട്ട് വരികനെ പോലെ ഇങ്ങനെ നടക്കുന്നത്? മണി എത്രയെന്ന് അറിയാവോ? കിടക്കുന്നില്ലേ? നിനക്കൊക്കെ മണിക്കണക്ക് നോക്കി ചാപ്പാടടിച്ച് കിടന്ന് ഉറങ്ങിയാ മതി. ബാക്കിയുള്ളവരോട് ഇരിക്കപ്പുറയില്ലാതെ കിടന്ന് വട്ടം കറങ്ങാ. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായിന്നാ? നീ എന്റെ കൂടെ ഇല്ലേ താമസം? ഇനി എന്തുണ്ടാവാൻ? കൈവിട്ടു പോയതൊക്കെ തിരിച്ചുവിട്ടെന്ന് വിചാരിച്ചതാ. നിരപരാധിയാണെന്ന് പറഞ്ഞവൻ അവളുടെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കുക. നാളെ കൂടി കഴിഞ്ഞാൽ 3 നാൾ കല്യാണം. അന്തിക്കൂട്ടിന് വന്നവൻ അമ്മയ്ക്ക് നായരായി എന്ന് പറഞ്ഞ പോലെ അവനെങ്ങാനും അവളെ കെട്ടി ഇവിടെ കയറി ഭരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ ഈ മീശയും വെച്ച് മുതലിയാരാണെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുത്തങ്ങനെ നോക്കും. அந்த அச்சதும் குட்டியை ஏன் இன்னும் இங்க குடி வச்சிட்டு இருக்கீங்க? பெட்டி எடுத்து வெளியில போடான்னு சொல்ல வேண்டியதானே? അവൻ ഇനി എങ്ങനെ പോകും തോന്നുന്നില്ല. നിർബന്ധിച്ചിറക്കി വിട്ടാലേ അവൻ ചെന്ന് നാട്ടാമ്മയോട് പരാതി പറഞ്ഞാൽ അതിനുള്ള ശിക്ഷ നമുക്ക് വേറെ കിട്ടും. அவன் போன மீனாட்சி கழுத்துல உங்க பையன் தாலி கட்டணும். அது உங்களுக்கு பிடிக்காது. அதனால தானே இப்படி சொல்றீங்க. അതേടി, കണ്ടവന്റെ കൂടെ അഴിഞ്ഞാടി നടന്നവളെ സ്വത്ത് മോഹിച്ച് എന്റെ മോന്റെ തലയെ കെട്ടി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. ஆஹா, பாத்தீங்களா? இப்படி நினைச்சிட்டு இருக்கும்போது இந்த வீட்ல எப்படி ஒரு நல்ல காரியம் நடக்கும்? അത്രയ്ക്ക് നല്ലത് നടക്കുമെങ്കിൽ അവളെ നിന്റെ ആങ്ങളെ മാരിയപ്പനെ കൊണ്ട് കെട്ടിക്കടി. ஆஹா, ஏன் தம்பி அப்படி மாலை கட்டுறவன் கிடையாது. ആഹാ, അത് ശരി. അപ്പൊ എന്റെ മോൻ എന്താ മാനം കെട്ടവനാണ് ഒരു ചക്കാളത്തി? നീയാടി ചക്കാളത്തി. ആര് കെട്ടിയില്ലെങ്കിൽ അവളെ ഞാൻ കെട്ടും. മുറപ്രകാരം തായ് മാമനാണ് ഞാൻ. എനിക്ക് അവളെ കെട്ടാ. മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കും. പോയി കിടന്ന് ഉറങ്ങലുണ്ട്. എന്റെ ഏകാംബരം നാഥ. എന്റെ ഭഗവാനെ, നീ തരുന്ന എന്ത് പരീക്ഷണങ്ങളും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. മീനാക്ഷിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് എന്റെ മോൻ ശരവണൻ തന്നെ ആയിരിക്കണേ. എന്നോട് വഴക്കടിച്ച് വീട്ടിൽ പോലും കയറാതെ അവൻ കൂട്ടുകാരുമായിട്ട് കറങ്ങിയടിച്ച് നടക്കുകയാണ്. അവനെ നേർവഴിക്ക് കൊണ്ടുവരണേ ആണ്ടവാ. നാട്ടാമ പറഞ്ഞ തീർപ്പനുസരിച്ച് ഇന്ന് രാത്രിയോടെ 7-ാം നാൾ പൂർത്തിയാകും. എനിക്ക് തോന്നുന്നത് നമ്മുടെ പാത്തിമത്ത പറഞ്ഞതുപോലെ അച്ചോട്ടന്റെ കയ്യിൽ നിന്ന് പുടവ മേടിക്കാൻ പടച്ചോന്റെ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് ഈ മീനാക്ഷിയുടെ പേരായിരിക്കും. പിന്നെ പടച്ചോനാരാ പോസ്റ്റ്മാൻ വേലായുധനാ കെട്ടിക്കാറായ പെമ്പിള്ളേരുടെയൊക്കെ പേരെഴുതിയ ഡയറിയും കൊണ്ട് നടക്കാൻ? ഇനി ഇങ്ങനെ വാശി പിടിക്കണോ? നിനക്കെന്താടാ ഒരിളക്കം? ആ പാപ്പാത്തിയെ കണ്ടോണ്ട് മനസ്സിൽ എന്തെങ്കിലും വേണ്ടാതീനം കരുതിയിട്ടുണ്ടെങ്കിൽ പാപ്പാത്തിയെ കുറിച്ചൊന്നും പറയരുത്. സത്യം പറഞ്ഞ ഞാനൊന്ന് അഴിക്കാൻ വേണ്ടി അവൾ എത്ര ദിവസമായി പറയുമ്പോ കറുപ്പുടുത്ത് നടക്കാൻ തുടങ്ങിയിട്ട് അച്ചോട്ടനെ മാത്രം ഓർത്തിട്ടാ ഞാനത് അഴിക്കാതെ കൺട്രോൾ ചെയ്ത് കടിച്ചു പിടിച്ച് നടക്കണത്. എങ്ങനെ കറുപ്പുടുത്ത്? പിന്നല്ലാതെ അത് അഴിച്ചാലല്ലേ അവൾക്ക് നാട്ടാമക്ക് പരാതി കൊടുത്ത് എന്നെ കൊണ്ട് താലി കെട്ടിക്കാൻ പറ്റുള്ളൂ. എടാ പോത്തെ, തമിഴിൽ കറുപ്പ് എന്ന് പറഞ്ഞാൽ ചാരിത്രം എന്നാണ് അർത്ഥം. ചരിത്രവും കോപ്പൊന്നുമല്ല. എടാ, ഈ പെണ്ണുങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന ഒന്നില്ലേ, അത് അതഴിച്ചു എന്ന് പറഞ്ഞ ആ പെണ്ണിനെ നശിപ്പിച്ചു എന്നാണ് അർത്ഥം. എന്റെ അമ്മോ, അപ്പൊ അച്ചോട്ട ആ പെണ്ണിനെ നശിപ്പിച്ചു എന്നാണ് ആ പെണ്ണ് വിളിച്ചു കൂവിക്കൊണ്ട് നടക്കണത്. സത്യത്തിൽ അച്ചോട്ടൻ അത് അഴിച്ചോ? ഒറ്റ തൊഴി വെച്ചെന്നുണ്ടല്ലോ. അല്ല, അന്ന് കട്ടില് വീണപ്പോ അറിയാതെ എങ്ങനെ അഴുകി പോയോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. അല്ല, അങ്ങനെ അഴിച്ചിട്ടില്ലെങ്കിൽ അവളെ വെറുതെ വിട്ടാ പറ്റില്ല, പകരം വീട്ടണം. പകരം വീട്ടാനോ? അതെ, അവളുടെ കഴുത്തിൽ താലി കെട്ടി കൂടെ പൊറപ്പിച്ച് പകരം വീട്ടണം. എന്തോ? അല്ല, പകരത്തിന് പകരം വീട്ടാനുള്ള വഴി പറഞ്ഞു തന്നതാ. നിന്റെ വഴി ഉപദേശം ഒന്നും എനിക്ക് വേണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്ത് തീരുമാനിച്ചു? അവളെ കെട്ടാൻ തീരുമാനിച്ചു. ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറ് തന്നെ. എന്നെ കുളിപ്പിച്ച് കിടത്തിയിട്ട് വേണോ എനിക്ക് കുളിച്ച് കയറാൻ? പിന്നെ അല്ലാതെ ഇവിടം വിട്ട് ഓടാമെന്ന് വിചാരിച്ച ഈ കാഞ്ചീപുരം ബോർഡർ കടക്കാൻ നിങ്ങളുടെ നാട്ടാമയും നാട്ടുകാരും സമ്മതിക്കൂ? അപ്പൊ പോകാനൊരു വഴി ഉണ്ടാക്കി തന്നാ നീ പോവൂ? എപ്പ പോയി നീ ചോദിച്ചാ മതി. പക്ഷെ അവിടെ ഉണ്ടൊരു പ്രശ്നം. ഒരു പെണ്ണിന്റെ മാനം കെടുത്തി എന്നുള്ള ചീത്തപ്പേര് മാറ്റാതെ ഞാൻ ഇവിടുന്ന് ഒളിച്ചോടി പോയാ നജീബിനോട് ഞാൻ എന്ത് സമാധാനം പറഞ്ഞു നിൽക്കും? സ്വന്തം അളിയനോട് പറയേണ്ട സമാധാനത്തെ കുറിച്ചാണ് നീ ആലോചിക്കുന്നത്. സ്വന്തം അച്ഛനായിട്ട് എനിക്കിട്ട് വെച്ച പാര കാരണം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടി വഴിപാടും കഴിച്ചു കിടക്കുന്ന എന്നോട് നീ ഒരു സമാധാനം പറ. എല്ലാം നേരെയാകുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാ സ്വന്തം അനന്തരവളുടെ വക വേറൊരു പാര. അതിൽ നിന്ന് നിരപരാധിത്വം തെളിയിച്ച് നീയും രക്ഷപ്പെട്ട് എന്നെയും രക്ഷപ്പെടുത്തും സമാധാനിച്ചിരിക്കുകയായിരുന്നു. ഇനി നീയും കൂടി പാര വെച്ചാ ഞാനും എന്റെ 2 കുടുംബങ്ങളും പട്ടുസാരി കെട്ടി തുങ്ങിച്ചാകേണ്ടി വരും. എന്നെ രക്ഷിക്കണം, ഞാൻ കാല് പിടിക്കാം. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? വേറെ ഒരു വഴിയില്ല, എന്ത് വേണേലും ഞാൻ തരാം. എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട, ഞാൻ പൊയ്ക്കോളാം. എന്റെ വാശി കാരണം ആർക്കും ഒന്നും നഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിനക്ക് 100 പുണ്യം കിട്ടും. പക്ഷെ നിങ്ങളുടെ നാട്ടാമയെങ്ങാനും തടയാമെന്നാ? ആരും തടയില്ല. ഇന്ന് പൈങ്കുനി ഉത്തര മഹോത്സവത്തിന്റെ 7-ാം നാളാ. തിരുമൂർത്തി മലക്കോവിലിൽ കാവടി ഉത്സവം. സന്ധ്യയ്ക്ക് നാട്ടാമയും നാട്ടുകാരും എഴുന്നള്ളിപ്പിന്റെ കൂടെ അങ്ങോട്ട് പോകും.
രാത്രി ഈച്ചപൂച്ച അറിയാതെ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം. ശരി, അപ്പൊ രാത്രി കാണാം. என்ன மச்சான் அவன் என்ன சொல்லிட்டு போனது? டேய் மச்சான், நம்ம ரட்சப்பட்டாச்சு. எப்படி? நான் அவசானம் ஒரு நம்பர் போட்டேன். இன்னைக்கு ராத்திரி அவன் தான் ஊரே விட்டுடுவேன். அவனோட தங்கச்சியும் மச்சானும் இங்க இருக்கிறதால அவன் திரும்பி வந்தான். வரமாட்டேன். மச்சானும் கீரியும் பாம்பு மாதிரி. இந்த விஷயம் ரகசியமா இருக்கணும், யாருக்கும் தெரியக்கூடாது. உன் தங்கச்சி காமாட்சி கிட்ட கூட சொல்லக்கூடாது. ப்ராமிஸ்? ப்ராமிஸ். முத்துப்பாண்டி, அந்த அச்சுதன்குட்டி இன்னைக்கு ராத்திரி ஊரை விட்டு போக போறான். போனா எந்த காரணத்திலும் அவன் திரும்பி வரக்கூடாது. திரும்பி வர அவ இருக்கக்கூடாது. முத்துப்பாண்டி, கடவுளை பக்கத்துலதான். വേണ്ട അച്ചൂട്ട, ഇറങ്ങണ്ട. വിട്. யாருக்கும் தெரியாம நடு ராத்திரியில தப்பிச்சோட பாக்குறியா? உசிரோட விட மாட்டேன், தெரியுமா? இந்த நாட்டாம யாருன்னு நினைச்சேன்? எனக்கு தெரியாம இந்த ஊரை விட்டு ஒரு பூச்சி கூட நகர முடியாது, தெரியுமா? வெட்டி புதைச்சிருவேன். ஐயோ, அவரை ஒண்ணும் செய்யாதுங்க ஐயா. கல்யாணத்துக்கு அம்மாவையும் தங்கச்சியும் கூட்டுக்கிட்டு வரேன்னு என்னோட சொல்லிட்டு தான் ஊருக்கு புறப்பட்டது. நீ சொல்றது உண்மையா? ஆமாங்க ஐயா, தயவு செஞ்சு அவரை போக அனுமதி கொடுங்க. அப்படின்னா போயிட்டு வாங்க மாப்பிள. ഏയ്, അത് ശരിയാവാത്. കല്യാണം അടുത്തിരിക്കുന്ന നേരത്ത് കല്യാണ മാപ്പിള ഇത്ര ദൂരം യാത്ര പോകാൻ കൂടാതെ അല്ലേ? അത് നീയാണോ തീരുമാനിക്കുന്നത്? സ്വന്തം മച്ചാനല്ലാതെ പിന്നെ ആരാ തീരുമാനിക്കുന്നത്? ஐயா, கல்யாணம் ஃபிக்ஸ் பண்ணதுக்கு பிறகு மாப்பிள ஒரு தேசம் தாண்டி இனி ஒரு தேசம் போக கூடாதுன்னு நம்ம ஊர்ல சாஸ்திரம் இருக்கு ஐயா. എന്തെങ്കിലും സംഭവിച്ചാ ഈ പെണ്ണിന്റെ ഗതി എന്താവും നാട്ടാമേ? നജീബേ, അച്ഛൻകുട്ടി, അമ്മയും പെങ്ങളെ വിളിക്കാൻ എന്തിനാ അങ്ങോട്ട് വന്നത്? ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാ പോലെ. ഇത്രയും ദൂരം ഒറ്റയ്ക്ക് വരാൻ അവർക്ക് അറിയത്തില്ല. ഐഡിയ. എന്റെ പണിക്കാർ വരുന്നുണ്ട് നാട്ടാമേ, അവരോടൊപ്പം കയറി വരാൻ ഞാൻ ഫോൺ ചെയ്ത് പറയാം. നിന്റെ പണിക്കാരുടെ കൂടി ഇങ്ങോട്ട് വരുത്തണോ അതോ നേരിട്ട് ചെന്ന് വിളിച്ചോണ്ട് വരണോന്ന് ഞാൻ തീരുമാനിച്ചോളാം. അമ്മയും പെങ്ങളുവേ എന്റേതാ, നിന്റേതല്ല. உங்க மச்சான் சொல்றது நியாயம்தான். இந்த சமயத்துல நீ போக கூடாது. அம்மாவும் தங்கச்சியும் உங்க மச்சானோட வேலைக்காரங்க கூட வர சொல்லி போன் செஞ்சா போதும். இப்ப திரும்பி போங்க, போய் கல்யாணத்துக்காக வேண்டிய வேலையை பாருங்க. ஏறுங்கடா வண்டியில. നാട്ടാമേ വരുത്തിയത് നീയാണോ? വേണ്ട, ജയിച്ചു എന്ന് കരുതണ്ട, കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. അച്ചുവേട്ടനോട് ആ പെണ്ണിനുള്ളത് ആത്മാർത്ഥമായ സ്നേഹമാണെന്നുള്ളത് ഉറപ്പാ. അതുകൊണ്ട് അവൾ ആ സമയത്ത് അങ്ങനെ വന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ നാട്ടാമയുടെ ഗുണ്ടകൾ നമ്മളെ വെട്ടിക്കീറുമായിരുന്നില്ലേ? എന്താണ് ആലോചിക്കുന്നത്? അല്ല, മുതലിയാരുടെ ഒത്താശയോടെയാണ് നമ്മൾ ഇവിടെ നിന്ന് ഇത്രയും രഹസ്യമായി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഈ വിവരം നജീബ് എങ്ങനെ അറിഞ്ഞു? ഞാൻ പാപ്പാത്തിയോട് യാത്ര ചോദിച്ചിരുന്നു. ഒരു അലക്കാൻ വെച്ചേരും. നീ വിചാരിച്ചതുപോലെ എല്ലാം നടന്നില്ലേ? ഇനി ഈ പാതിരേക്ക് എന്തിനുള്ള പുറപ്പാടാ? മാപ്പ് പറയാൻ വന്നതാ.
അറിയാതെയോ ഒരിഷ്ടം തോന്നിപ്പോയി. അതിനു വേണ്ടിട്ട് എന്തൊക്കെ വെട്ടിത്തരങ്ങൾ കുറെ കാട്ടിക്കൂട്ടി. ഞാൻ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമായിരുന്നു എന്ന് നാട്ടാമ്മയോട് പറഞ്ഞോളാം. അതിനുള്ള എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങിച്ചോളാം. ഒരപേക്ഷയേ ഉള്ളൂ, ഞാൻ കാരണം ആതിരയോടും നജീബിക്കയോടും പക തോന്നരുത്. ഇനി ശല്യപ്പെടുത്താൻ വരില്ല. എന്നാ മീനാക്ഷി ഇന്ന് റെഡിയാകില്ല, തലേനെ പൂ കൂടെ വെക്കില്ലേ? മാമ, വിശാലും കാമാക്ഷിയൊക്കെ അവരെല്ലാം പുറകെ അങ്ങോട്ട് എത്തിക്കോളും. രമ്പ ദൂരം പോണം കണ്ണേ, മുഹൂർത്തത്തേക്ക് മുന്നാടി അങ്ങ് എത്തണം. സീക്കിരം റെഡിയായി വാ. റെഡിയാവും. അപ്പൊ ரொம்ப താങ്ക്സ്. ഇനിയിപ്പൊ ഇവിടെ എന്ത് പുലിവാലാണാവോ? യാർ നീങ്ക? ശ്രീരാമനല്ലേ? ബാലാജി മച്ചാ, എന്നോട് പൊറുക്കണം. ഒന്നും മനഃപൂർവ്വമല്ലായിരുന്നു, എല്ലാം അന്നത്തെ ചെറുപ്പത്തിന്റെ അവിവേകം. അണ്ണാ, ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു. ചെയ്തത് തെറ്റായി പോയി എന്ന് ഒരുപാട് വൈകിയാണ് എനിക്ക് മനസ്സിലായത്. അന്നു മുതൽ അശ്വത്ഥമാവിനെ പോലെ അലഞ്ഞു നടക്കുകയായിരുന്നു. അന്വേഷിക്കാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഈ സമയത്ത് സന്തോഷിക്കല്ലേ ദേവനായിക്ക് വേണ്ടത്? ഏതായാലും തക്ക സമയത്താ മച്ചാൻ വന്നത്. സ്വന്തം മകളുടെ കൈപിടിച്ച് മാപ്പിള ഏൽപ്പിക്കാൻ ഈശ്വരനായിട്ട് ഇവിടെ കൊണ്ടുവന്നാണെന്ന് കരുതിയാൽ മതി. മോളോ? അതെ, മീനാക്ഷി. അവളുടെ കല്യാണമാണെന്ന്. ഞങ്ങൾ കോവിലേക്ക് പോകാൻ ഇറങ്ങുമായിരുന്നു. ഇതാണ് മീനാക്ഷി. മോളെ, എന്താ ഇങ്ങനെ നോക്കണേ? നിന്റെ അച്ഛനാ. അത്യാവശ്യമായിട്ട് ഇവിടെ എത്തിയേ പറ്റൂ. കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് വിശദമായി പറയാന്ന് അച്യുതൻകുട്ടി പറഞ്ഞപ്പോ കാര്യം ഇതായിരുന്നു എന്ന് അറിഞ്ഞില്ലല്ലോ എന്റെ പരദൈവങ്ങളെ. അച്യുതൻകുട്ടിയോ? അതെ, ഇവിടെ ഇവന്റ് നടത്താമെന്ന് അച്യുതൻകുട്ടി എന്റെ അനന്തരവനാ. ഓഹോ, അപ്പൊ ഇയാളെ ഒന്ന് വരട്ടി നിർത്തിയാലേ പറ്റൂ. മാരിയപ്പനെ വിളിച്ച് തല്ലുകാരെ കൂട്ടിക്കൊണ്ടുവരാൻ പറയാം. അതോ കൊട്ടേഷൻകാരൻ? എന്താ ആലോചിക്കണേ? അവൻ വല്ല കുഴപ്പമുണ്ടാക്കി? ഹേ, മീനാക്ഷിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് അച്യുതൻകുട്ടിയാ. ഈശ്വര, നീ എന്തൊക്കെ അത്ഭുതങ്ങളാ കാണിക്കണേ. അത്ഭുതങ്ങൾ ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ. മുഹൂർത്തത്തിന് മുമ്പ് അവിടെ എത്തണം. அம்மா, என்னடி அத்தாயும் மீனாட்சிக்கும் கூட்டிக்கிட்டு அப்ப கோவிலுக்கு போயிட்டாங்க. என்னது? ஆமா, மீனாட்சிக்கு கல்யாண பொண்ணு மாதிரி அலங்காரம் செஞ்சிருக்காங்க. உங்ககிட்ட யாரு சொன்னா? பாப்பாத்தி தான் சொன்னேன். கடவுளே, ஐயோ அக்கா, அக்கா, மீனாட்சியை கல்யாணம் செய்யறதுக்கு நம்மால ஏதோ கோயிலுக்கு கூட்டிட்டு போயிட்டாரு. തായ്മാമ മുറയ്ക്ക് അവളെ കെട്ടുമെന്ന് പറഞ്ഞെങ്കിലും ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ലല്ലോ എന്റെ ഈശ്വര. ഏത് കോവിലേക്കാ കൊണ്ടുപോയത്? அது தெரியாது. എന്റെ ദൈവമേ, ചതിച്ചോ? கம்ப்ளைண்ட் விட்ரோ செஞ்சில்லே, இது எந்த ப்ராப்ளம் கிடையாது. താങ്ക് യു സാർ. வரட்டுமா? മുതലേറിയ മീനാക്ഷിയും കൂട്ടി അത് കോവിലേക്ക് പോയിന്ന്. അതിന്
അതിന് ഞാനെന്ത് വേണം? ആരും കെട്ടിയില്ലെങ്കിൽ തായ്മാമൻ എന്നുള്ള മുറയ്ക്ക് അവളെ ഞാൻ കെട്ടുമെന്ന് ഞങ്ങളോട് പറഞ്ഞതാ. എന്തോ ചതിയുണ്ട്. അല്ലെങ്കിൽ ആരും അറിയാതെ അവളെയും കൂട്ടി കോവിലിൽ പോകേണ്ട കാര്യം എന്താ? அந்த மனுஷன் மீனாட்சியை கல்யாணம் செஞ்சுட்டா அப்புறம் நாங்க யாரும் உயிரோட இருக்க மாட்டோம். കല്യാണത്തിന് മീനാക്ഷി സമ്മതിച്ച എന്തു പറഞ്ഞ് അവളെ കൊണ്ടുപോയിരിക്കുന്ന അറിയില്ല. അച്യുതൻകുട്ടി അവളെ രക്ഷിക്കണം. ഏതമ്പലത്തിലേക്കാ കൊണ്ടുപോയി? தெரியாது. ഏതായാലും വണ്ടി എടു, നമുക്കൊന്ന് അന്വേഷിക്കാം. അച്യുതൻകുട്ടി, എന്റെ പ്രാർത്ഥന പരദൈവങ്ങൾ കേട്ടു. കല്യാണാഘോഷം നടത്താൻ നിങ്ങളെ വരുത്തിച്ചതും ഇങ്ങനെയൊക്കെ സംഭവിപ്പിച്ചതും സാക്ഷാൽ ഏകാംബരേശ്വരനും കാഞ്ചി കാമാക്ഷിയുമാണ്. എന്താന്നറിയോ, ഇവള് നിനക്ക് അവകാശപ്പെട്ടതാ. എന്റെ മോള്, നിന്റെ മുറപ്പെണ്ണ്. അതെ, എന്റെ മോൻ ശരവണ്ണനെ കൊണ്ട് ഇവളെ കെട്ടിക്കാൻ ഞാൻ എന്തൊക്കെ കളി കളിച്ചു. പക്ഷെ കല്യാണം ഒരു യോഗമാണ്. ഇവളുടെ കഴുത്തിൽ താലി കെട്ടാനുള്ള യോഗം അച്യുതൻകുട്ടിക്കാണ്. മുഹൂർത്തം ആവാറായി, താലി കെട്ടാൻ ഒരുങ്ങിക്കോ. ഇല്ല ബാലമാമേ, ഞാൻ ഇപ്പോ ഒരു കല്യാണത്തിന് തയ്യാറാണ്. നിന്റെ വാശിയൊക്കെ തീർന്നു എന്ന് പറഞ്ഞിട്ട്? വാശിയൊന്നുമല്ല, ഞാനൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണാൻ ഏറ്റവും മോഹിച്ചത് അവനാ, നജീബ്. അവനിപ്പോ ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയില്ല. അവന് ബോധം തിരിച്ചു കിട്ടാതെ ഞാൻ മീനാക്ഷിയെ കല്യാണം കഴിക്കുന്ന പ്രശ്നമില്ല. ബോധം തിരിച്ചു കിട്ടി. ഈ പൈലിപ്പിള്ളയോട് ഞാൻ പലിശയ്ക്ക് വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കാവുന്ന നീ ഏറ്റെന്നറിഞ്ഞപ്പോഴേ എനിക്ക് ബോധം തിരിച്ചു കിട്ടി അച്യുതൻകുട്ടി. ഓ, അപ്പൊ എല്ലാം നിന്റെ വേഷം കെട്ടായിരുന്നു അല്ലേ? നിന്റെ കല്യാണം ഒന്ന് നടന്നു കാണാൻ എന്ത് വേഷം കെട്ടാനും ഇനിയും ഞാൻ തയ്യാറാ. മേളം തുടങ്ങി, ഇനിയും നിന്റെ വാശി വേണ്ട. കെട്ടണ താലി. ഇതാ താലി. എന്റെ ഏകാംബരനാഥ, എല്ലാ ഇവന്റും പ്ലാൻ ചെയ്യുന്നത് നീ, മാനേജ് ചെയ്യുന്നത് നീ. ഞങ്ങൾ അനുഗ്രഹിക്കണേ. ദീർഘസുമംഗലീ ഭവ.